പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ലോകസുഖമേകും സന്തോഷം നശ്വരമതല്ലോ, ലോകത്തിൽ നാം നേടും സമ്പാദ്യം നഷ്ടമാകുമല്ലോ. ഒരിക്കൽ പിരിയും ഉലകപ്പുരി നാം, മരിക്കും നാളിനെ നിനക്കാനാകുമോ? ചിന്തിക്കുമോ സോദര? കാലചക്രം നീങ്ങിടുമ്പോൾ നാം മുപ്പ് നീങ്ങിടും, കാതമേറെ പോയിടുമ്പോൾ അന്ത്യനാളെടുത്തിടും. വിനോദ പ്രകടനം കണ്ട് നാം ചിരിക്കാറുണ്ട്. അടുത്ത നിമിഷത്തിൽ വിഷാദത്താൽ ചിന്താകുലരാകുന്നു. പണം കിട്ടിയാൽ സമാധാനിക്കാം എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഓർക്കുക, പണക്കാർ പലരും അസ്വസ്ഥരാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. വിദ്യാസമ്പന്നരായ എത്രയോ പേർ ജീവിതം മടുത്ത് അത് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു. സംസ്കാര സമ്പന്നരായ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ അവരുടെ സംസ്കാര ശൂന്യതയല്ലേ വെളിപ്പെടുത്തുന്നത്? മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം കണ്ടെത്തുന്നവരുടെ എണ്ണം ഇന്ന് കൂടുകയാണ്. ഇത്തരം വിപത്തുകളെ വിശകലനം ചെയ്ത് വിടുതലിനുള്ള വഴി കണ്ടെത്തുമെങ്കിൽ അത് നമ്മിലെന്നും കെടാവിളക്കായി ജ്വലിക്കും. Presenting the Prince of Peace with an uncompromising quality. We welcome you all for this program. ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ വകുപ്പുണ്ടോ? നരകം ഉണ്ടെന്നുള്ളതിന് വിശ്വസനീയ തെളിവുകളുണ്ടോ? പാതാളവും നരകവും തീപ്പൊയ്കയുമല്ല ഒരേ സ്ഥലങ്ങളാണോ? നരകം തീ കൊണ്ടുണ്ടാക്കുവാൻ കാരണമെന്ത്? മരണാനന്തര ജീവിതത്തിൽ മാനവരെ മാടി വിളിക്കുന്ന 2 സ്ഥലങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ ഉറപ്പാക്കാമോ? സാറേ, കാണാൻ സാധിച്ചതിൽ വീണ്ടും സന്തോഷം. നന്ദി. കഴിഞ്ഞ ദിവസം ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ നിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഇന്ന് എനിക്ക് വളരെ ഗൗരവമായിട്ട് അറിയേണ്ട ഒരു വിഷയം നരകം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ നരകം എന്നുള്ള വിഷയം വളരെ വ്യാപകമായിട്ടൊന്നും ക്രൈസ്തവ ഗോളത്തിലുള്ളവർ പോലും പറയാറില്ലല്ലോ. ക്രിസ്തീയ നേതാക്കന്മാർ പോലും വലിയ കാര്യഗൗരവമായിട്ട് അത് എടുക്കുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. ഈ നരകത്തെക്കുറിച്ച് ബൈബിളിൽ എന്താണ് പറയുന്നത്? അത് ഇതിനെക്കുറിച്ച് കുറച്ച് വെളിച്ചം കിട്ടണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ബ്രദർ പറഞ്ഞത് വളരെ സത്യമാണ്. നരകമെന്ന വിഷയം അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. നരകം ഇന്ന് പുൾപിറ്റിൽ പ്രസംഗിച്ച് കേൾക്കാറില്ല. വളരെ അപൂർവമായിട്ട് കേൾക്കുന്നു. ഒരു നരകത്തെക്കുറിച്ചൊരു പ്രസംഗം ഞാൻ കേട്ടത് എനിക്ക് ഓർമ്മയില്ല. നരകത്തെക്കുറിച്ച് വളരെ വിരളമായിട്ടേ കേൾക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, ക്രിസ്ത്യ സമൂഹത്തിലൊരേറിയ പങ്കും ഇന്ന് അങ്ങനെ ഒരു സ്ഥലമില്ല എന്ന് ചിന്തിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു വാർത്തയിൽ, ആ വാർത്തയുടെ രസകരമായ വാർത്ത ഇങ്ങനെയാണ് വായിച്ചത്. 1/3 of Scottish clergy still believe there is the existence of hell. അതായത് 1/3 സ്കോട്ടിഷ് പുരോഹിതന്മാർ ഇന്നും വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന്. 1/3 കൂട്ടം ഇന്നും വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതൊരു ആശ്ചര്യമായിട്ടാണോ? ആശ്ചര്യമായിട്ടാണ് പറയുന്നത്. 2/3 വിശ്വസിക്കുന്നില്ല. 1/3 ഇന്നും വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന്, നരകം എക്സിസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറയുന്ന, അവർ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ട് ലോകം അത്ഭുതമായിട്ട് പറയുക. അത് ക്രൈസ്തവ നേതാക്കന്മാരെ കുറിച്ചാണ്. പുരോഹിതന്മാർ, സ്കോട്ട്ലൻഡിലെ പുരോഹിതന്മാർ 750 പുരോഹിതന്മാരെ പിക്ക് ചെയ്ത് സർവേ നടത്തിയപ്പോൾ 37% മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ നരകമുണ്ടെന്ന്. സുവിശേഷ ഘോഷണം നാടെങ്ങും കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്നു കരുതി പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ? പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ? നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ? ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതായിരിക്കുന്ന വിഷയത്തിലേക്കാണല്ലോ വെളിച്ചം വീശുന്നത്. അതെന്തുകൊണ്ടാണ് ഇവരത് അവിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സംശയിക്കുന്നത്, അല്ലെങ്കിൽ ഗൗരവമായിട്ട് എടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ബൈബിളിനെ തന്നെ ആധാരമാക്കി ചിന്തിച്ചാൽ മനുഷ്യ മനസ്സിൽ ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ഭീകരവും ഭയാനകവുമായ ഒരു അവസ്ഥയും പ്രതലവുമാണ് നരകം എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിന്റെ മഹത്വം നമ്മൾ ദർശിച്ചില്ലേ? തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സന്തോഷം തരുന്നു. അതിന്റെ നേരെ എക്സ്ട്രീമാണ് വാസ്തവത്തിൽ നരകം എന്ന് പറഞ്ഞാൽ. സ്വർഗം എത്ര മഹത്വപൂർണ്ണമാണോ അതുപോലെ അതിന്റെ മറുഭാഗമാണ് നരകം. ഇതൊരു ബാഡ് ന്യൂസാണ്.
തീർച്ചയായിട്ടും ഇത് ഈ വിഷയങ്ങൾ നമുക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു സംശയം മാത്രമല്ല, ഈ മാന്യ പ്രേക്ഷകർക്കും അനേകർ ഹൃദയത്തിൽ ഒരുങ്ങുന്ന സംശയകരം ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ നരകത്തെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്ന ഭാഗങ്ങളുണ്ടോ? കർത്താവ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. നോക്കുക, ഈ ബാഡ് ന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം അതുപോലെ അതിൽ ആശ്വസിക്കാൻ ഒരു കണിശം പോലുമില്ല, ഒരു കണിക പോലുമില്ല. അശുഭകരമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചൊരു ഒരു ഇഷ്ടമല്ലാത്ത വാർത്ത ആദ്യം കേൾക്കുമ്പോൾ അവന്റെ മനോഭാവത്തിൽ അതിനെ തിരസ്കരിക്കുക. ഉദാഹരണമായിട്ടൊരു ടെർമിനലിൽ മരിക്കാൻ പോകുന്ന ഒരു ക്യാൻസർ പിടിപെട്ടു എന്ന് കേൾക്കുമ്പോൾ ആദ്യം അവന്റെ മനസ്സ് തന്നെ നിഷേധിക്കും, പിന്നീട് യാഥാർത്ഥ്യത്തിലേക്ക് സെറ്റിൽ ചെയ്യത്തുള്ളൂ. അത് വളരെ ശരിയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്നോട് ഭയങ്കര മാരകമായ ഒരു രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കും. അതുപോലെ തന്നെ ഈ നരകം ഇത്ര ഭയങ്കരമാണെന്നുള്ളത് ആദ്യം ഒന്ന് വിശ്വസിക്കാനായിട്ട് മനുഷ്യന്റെ മനസ്സിനങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണ്. അതുകൊണ്ട് അവനെ തിരസ്കരിക്കുകയാണ്. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. ഒരു നാൾ ഞാൻ കരുതി ധനത്താൽ നേടാം സ്വർഗീയവാസമെന്ന്. അയ്യോ എൻ കൂട്ടരെ, സുവിശേഷ ഘോഷണം പൊളിയെന്നു ഞാൻ കരുതി. തിരസ്കരണമാണ് അവന്റെ ആദ്യത്തെ പാർട്ട്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തി തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവാണ് നരകത്തെക്കുറിച്ച് ഏറ്റവും അധികം കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നത്. നമ്മുടെ കർത്താവ് ഏതാണ്ട് 14 പ്രാവശ്യമെങ്കിലും നരകത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കർത്താവ് നേരിട്ട് പറഞ്ഞ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാതാളത്തെക്കുറിച്ച് സാറ് മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട്. പാതാളവും നരകവും ഒന്നാണോ അതോ അത് വ്യത്യസ്തമായ സ്ഥലങ്ങളാണോ? ഈ പാതാളത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഓർത്തു അത് ഭൂമിയുടെ താഴെയാണ്, കീഴെയുള്ള പാതാളം. സ്വർഗം നമ്മൾ മുകളിലുള്ളതാണെന്ന് കണ്ടു. ഈ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ തെറ്റായ പല ധാരണകളുണ്ട്. ആ ധാരണകൾ തിരുത്തണമെങ്കിൽ കീഴെയുള്ള ലോകത്തെ സംബന്ധിച്ച് ഏതാണ്ട് 4 ഭാഗമുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗമല്ല, 4 ഭാഗമുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ഭാഗങ്ങളാണ്. ഞാൻ ഓരോന്നും അതിന്റെ ഭാഷയിൽ ഒന്ന് പറയാം. ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, വാക്യങ്ങൾ ഞാൻ തരാമല്ലോ. വെളിപാട് 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് 20-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യത്തില് അഗാധ കൂപം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അബീസ് എന്നാണ്. അഗാധ കൂപം. നമ്മള് ലൂക്കോസ് 8-ല് കർത്താവ് ആ ഭൂതങ്ങളെ പുറത്താക്കി, ഭൂതഗ്രസ്തനിൽ നിന്ന്. ആ ഭൂതങ്ങള് കർത്താവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളെ ഈ സ്ഥലത്തുള്ള അബീസിലേക്ക് വിടരുതേ എന്ന് പറയുന്നുണ്ട്. അഗാധ കൂപം. അഗാധ കൂപം എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിൽ അബീസ് എന്ന്. അതിന് ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ബോട്ടംലെസ് പിറ്റ്. അടിയില്ലാത്ത കുഴി അല്ലേ? അടിയില്ലാത്ത കുഴി എന്ന് പറഞ്ഞാൽ അവിടെ വീണാൽ എന്തോ സംഭവിക്കും? വീണോണ്ടിരിക്കും. എവിടെയെങ്കിലും പോയി നിൽക്കാൻ അതിന് ബോട്ടമില്ല. അബീസ്, അങ്ങനെ ഒരു സ്ഥലം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് അന്ധതമസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. യൂദായുടെ ലേഖനം 6-ാം അധ്യായത്തിലും യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിലും 2 പത്രോസ് 2:4 നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നു, ഒരു കൂട്ടം ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിൽ കാത്തിട്ടുണ്ട്. ആ അന്ധതമസ് എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിൽ ടാർട്ടറോസ് എന്ന്. അവിടെ ഈ വീണുപോയ ദൂതന്മാരിൽ ഒരു കൂട്ടത്തെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ വചനത്തിൽ വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട്, ഭൂതാത്മാക്കൾ ആകാശമണ്ഡലത്തിൽ വിഹരിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്തിനാ ഇവരെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്? ഇവരെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവരാരാണെന്നുള്ളതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വിഭിന്ന അഭിപ്രായമുള്ളതിൽ ഞാൻ അംഗീകരിക്കുന്ന ഒരു പഠനം ഏതാണെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന് 1 തൊട്ട് 4 വരെ വായിക്കുമ്പോൾ നമ്മൾ ഈ ദൂതന്മാര് മനുഷ്യന്റെ വേഷമെടുത്ത് അല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യ സ്ത്രീകളുമായിട്ട് സംബന്ധമുണ്ടായി നെഫിലിംസ് അല്ലെങ്കിൽ മല്ലന്മാർ ഭൂമിയിലുണ്ടായി. ആ മല്ലന്മാരെ മുഴുവൻ ജലപ്രളയത്തോടുകൂടെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ദൂതന്മാർക്ക് അങ്ങനെ മനുഷ്യ ശരീരം കാംക്ഷിച്ച് മനുഷ്യ ശരീരം എടുത്ത് ബന്ധപ്പെടാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള ദൂതന്മാരെ ഇന്ന് അഴിച്ചുവിടാതെ മറ്റ് ദുഷ്ടാത്മസേനകൾ വിഹരിക്കുമ്പോൾ ഇവരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അവരെ പുറത്തു വിടത്തില്ല. പുറത്തു വിട്ടാൽ വീണ്ടും ഈ പ്രവൃത്തി അവർ ചെയ്യുന്നത് കൊണ്ട് അവരെ അന്ധതമസിന്റെ ചങ്ങലയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ടാർട്ടറോസ്.
ശരി. മൂന്നാമത്തെ സ്ഥലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാതാളം എന്ന് പറയുന്ന സ്ഥലം. പാതാളം, അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹേഡീസ് എന്നും അല്ലെങ്കിൽ ഷിയോൾ എന്നും ഹീബ്രു ഭാഷയിൽ പറയും. ആ പാതാളം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെയും വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ ഇരുന്ന സ്ഥലമാണ്. ഇനി നരകമെന്നുള്ളത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗിഹന്ന എന്നാണ്. ഗഹന നിത്യാഗ്നി എന്നാണ്. നിത്യാഗ്നി. മത്തായിയുടെ സുവിശേഷം 25:41, പിന്നെ വെളിപാട് ദിവസം 19:20 ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഗിഹിന്ന എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഗിഹിന്നം, ഗി എന്ന് പറഞ്ഞാൽ വാലി എന്നും ഹിനോം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ശരി. അത് എവിടെയുള്ള സ്ഥലമാണ്? ജെറുസലേമിന്റെ പുറത്തുള്ളൊരു സ്ഥലമായിരുന്നു ഗി ഹിന്നോം. ഗി ഹിന്നോം എന്ന് പറഞ്ഞാൽ വാലി ഓഫ് ഹിനോം. ഏതാണ്ട് ആ പദമാണ് അവസാനത്തെ ലേക്ക് ഓഫ് ഫയർ, അഗ്നിഗന്ധ പൊയ്കയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദം. നോക്കാം, ഇതിന്റെ പുറകിൽ കർത്താവ് ആ വാക്ക് ഉപയോഗിക്കുവാനായിട്ട് കാരണം ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാനത് പഴയ നിയമത്തിൽ തന്നെ വായിച്ചു കേൾപ്പിക്കാം. പല വാക്യങ്ങളുണ്ട്. സാറ് ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ ഞാനും ഇതല്ലേ സാർ ഉപയോഗിക്കുന്നത്? അതെ, അത് തന്നെ, സത്യവേദ പുസ്തകം. ഞാനും അത് നോക്കിക്കോട്ടെ. കാരണം ഇതെല്ലാം പ്രൂഫായിട്ട് സാർ ബൈബിളിൽ നിന്ന് വാക്യം വായിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ഈ 2 ദിനവൃത്താന്തം 28 1-ാം വാക്യത്തിൽ ആഹാസ് വായിച്ച തുടങ്ങിയ ആണ്ടിനെ കുറിച്ച് വായിക്കുന്നു. ആഹാസ് രാജാവ്. അതിന്റെ 3-ാം വാക്യം വരുമ്പോൾ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛാചാര പ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. ബെൻഹിന്നോം, ഹിന്നോം എന്ന് പറഞ്ഞില്ലേ? നമ്മൾ നേരത്തെ ചിന്തിച്ചു ഗെഹന്ന എന്നുള്ള പദമാണ് ലേക്ക് ഓഫ് ഫയർ ഉപയോഗിച്ചത്. ഈ വാലി ഓഫ് ഹിന്നോം എന്ന് പറഞ്ഞ് യെരുശലേമിന് പുറത്തൊരു പ്രതലമുണ്ട്. ആ പ്രതലത്തിലെ ഭീകരത ഭയങ്കര ഭീകരതയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ചത്. അതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാല് മോലക്ക് എന്ന് പറയുന്ന ഒരു ദേവന്റെ ബിംബമുണ്ട് അവിടെ. അത് ഏതാണ്ട് ലോഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുക. ആ ദേവൻ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുക. ഈ ദേവന്റെ ഉള്ളിൽ നിന്നും ചുറ്റും തീ ഇങ്ങനെ കുണ്ടം പോലെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജാതി ആചാരത്തില് അവര് ഡ്രമ്മുകളൊക്കെ കൊട്ടി നൃത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഈ നീട്ടിപ്പിടിച്ച മോലക്ക് ദേവന്റെ കയ്യിലോട്ട് കൊണ്ടുകൊടുക്കും. ആ കുഞ്ഞുങ്ങള് ആ തീക്കകത്ത് ചുട്ട് ചാമ്പലാകുക. അതിനാണ് ഈ അഗ്നിപ്രവേശനം. അവര് ഞെരുവിളി കൊണ്ട് കരയുമ്പോൾ ആ കരച്ചലിന്റെ ശബ്ദം ആർക്കും കേൾപ്പാൻ കഴിയില്ല. കാരണം ഇവിടെ നൃത്തം ചെയ്ത് അവര് ഈ ഡ്രമ്മ് കൊട്ടി ഭയങ്കര വിധിയ. ഇസ്രായേലിന്റെ രാജാക്കന്മാർ പോലും ആ വിധത്തിൽ ചെയ്തു. ആഹാസ് രാജാവ് അത് ചെയ്തെന്നാണ്. ദൈവം നീക്കിക്കളഞ്ഞ മ്ലേച്ഛത. നോക്കുക, ആ പദത്തില് ഒരു ആശയം വരുന്നുണ്ട്. ഭയങ്കര ഭീകരതയാണ്. അവര് ബലഹീനരായ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുവന്ന് ഈ അഗ്നിക്ക് കൊടുക്കുമ്പോൾ അതിന്റെ വേദന, അതിന്റെ ഭീകരത, അതിന്റെ കരച്ചില്, ഇതൊക്കെയാണ് കർത്താവ് ആ പദം എടുത്തിട്ടാണ് ഈ ലേക്ക് ഓഫ് ഫയറിനെ മനുഷ്യന് മനസ്സിലാക്കി തരാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം തരണേ അബ്രാം പിതാവേ ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. അബ്രാം പിതാവേ ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. നരകവാസം ഇങ്ങനെയോ ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? അപ്പോൾ അതിന്റെ ഭീകരതയാണ് ഈ നരകം വാസ്തവത്തിൽ മറിച്ച് കാണിക്കുന്നത്. നമ്മുടെ കർത്താവാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പാട് നമുക്ക് തന്നത്. എങ്കിലും മനുഷ്യൻ ഇതിനെ തിരസ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാനിപ്പോൾ ഓർപ്പിച്ചല്ലേ, സ്കോട്ടിഷ് പുരോഹിതന്മാരിൽ 37% ഇന്നും അത് വിശ്വസിക്കുന്നു എന്നൊരു അത്ഭുതത്തോടു കൂടെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നരകമില്ലെന്ന് ഒഴിഞ്ഞുപോയാൽ അതില്ലാതെ പോകുമോ? അനിഹിലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. സാധിക്കുമോ? ഒരു വിഷയത്തെ നമുക്ക് ചിരിച്ച് മാറ്റിക്കളയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചുള്ള അവഗണന വാസ്തവത്തിൽ അതിനെ തുടച്ചു കളയാൻ സാധിക്കില്ല. കണ്ണടച്ചു കളയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. അതിനെ തിരസ്കരിച്ചാൽ അത് ഇല്ലാതെ പോവില്ല. അത് യാഥാർത്ഥ്യമാണ്, അത് അങ്ങനെ ഉള്ളതാണ്. അത് യാഥാർത്ഥ്യമായിട്ട് അത് ഉള്ളത് കൊണ്ട് വാസ്തവത്തിൽ അത് നമ്മൾ തുടച്ചു കളയുവാനോ അതിനെ കടന്നു പോകാനോ അതില്ലായ്മ ചെയ്യാനോ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട്.
സ്വർഗം ഒരു യഥാർത്ഥ സ്ഥലമായിരിക്കുന്ന പോലെ നരകം ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല തന്റെ ജനത്തോട് കർത്താവ് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് വാൺ ചെയ്യണം, അതിനെക്കുറിച്ച് വാൺ ചെയ്യണമെന്നുള്ളത് കർത്താവ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. മാനസാന്തരമില്ലാത്ത കൂട്ടരെ നിങ്ങളും ഈ വിധം ആകരുതേ, മനം തിരിഞ്ഞേശുവേ അറിയുക വേഗം, നിത്യാഗ്നിയിൽ നിന്നൊഴിയൂ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് കൊടുക്കണമെന്നല്ലേ? ലോകത്തിന് മുന്നറിയിപ്പ് കൊടുക്കണമെന്നാണോ കർത്താവ് പറഞ്ഞത്? അതെ. അപ്പോൾ അത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. ഗൗരവമായ കാര്യമാണ്. അതിന്റെ മറ്റൊരു ഗൗരവം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പുതിയ നിയമത്തിൽ ഏതാണ്ട് 260 അധ്യായങ്ങളാണുള്ളത്. 260 അധ്യായത്തിൽ 234 പ്രാവശ്യം നരകത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ പരാമർശിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അത്രയും തവണ പറഞ്ഞിട്ടുണ്ട്, 234 പ്രാവശ്യം. ഞാനതിനെ ഇങ്ങനെയൊന്ന് വർണ്ണിക്കാം. 260 മൈൽ ദൂരെ നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോവാം. 260 മൈൽ കാർ ഓടിച്ചു പോകുമ്പോൾ 234 പ്രാവശ്യം ബോർഡ് കാണുന്നു, വഴി മാറിക്കോ, വഴി മാറിക്കോ, അപകടമാണ്. നമ്മൾ അത് അവഗണിച്ചുകൊണ്ട് പോയാൽ ചെന്ന് പറ്റുന്ന അപകടത്തെയാണ് അത് മുൻ കാണിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നത് ഈ അപകട സൂചനകൾ അവഗണിക്കുന്നത് വളരെ ആപത്ത് തന്നെയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു പൈലറ്റ് പ്ലെയിൻ ഓടിക്കുന്നു, ഒരു കപ്പിത്താൻ കപ്പൽ ഓടിക്കുന്നു, അവിടങ്ങളിലെല്ലാം അപകട സൂചനകൾ, സിഗ്നലുകൾ നമ്മൾ കാണുമ്പോൾ അത് നമുക്കുള്ളൊരു സത്യത്തിൽ സ്നേഹ സന്ദേശമാണ്. നമ്മുടെ ജീവനെ രക്ഷിക്കുവാൻ, അപകടങ്ങളിൽ നിന്നും ഒഴിവാകുവാനായിട്ടുള്ള ഒരു സ്നേഹ സന്ദേശമാണ്. ഞാൻ വിചാരിക്കുന്നത് സാറിപ്പോൾ പറഞ്ഞതുപോലെ ഈ ക്രിസ്തുയേശു, ഈ ലോകരക്ഷകൻ ആ മുന്നറിയിപ്പ് തന്നതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് ബുദ്ധിയാണോ? ആ മുന്നറിയിപ്പുകളെ സ്വീകരിച്ച് അപകടങ്ങൾ ഒഴിവാകുന്നതല്ലേ നല്ലത്? ആത്മാർത്ഥമായി ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുവാൻ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്കും ഇത് ഒരു വെളിച്ചമാകട്ടെ, വഴികാട്ടിയാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന സാറിന് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ദൈവം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഞങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്ക് മറുപടി തരുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനായിട്ട് അവസരം ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you. ക്ലിനിക്കൽ ഡെത്ത് പരിശോധനയിൽ ചരിത്രത്തെ ഞെട്ടിപ്പിച്ച വാർത്തയുമായി സ്വീഡിഷ് സയൻസ് അക്കാദമി രംഗത്ത് വന്നിരിക്കുകയാണ്. ചില്ലുകൂട്ടിനകത്ത് മരിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിയുടെ തൂക്കമെടുത്ത് അതിനുശേഷം മരിച്ച ഉടൻ തന്നെ തൂക്കമെടുക്കും. 23 ഗ്രാം ഇതാ കുറഞ്ഞിരിക്കുന്നു. 1500ഓളം വ്യക്തികളുടെ ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാവരിലും 23 ഗ്രാം കുറഞ്ഞിരിക്കുകയാണ്. നീലോ ലാബു ജേക്കബ്സൺ നടത്തിയ പരിശോധനയിൽ ക്ലൗഡ് ചേംബർ ടെസ്റ്റ് നിങ്ങൾക്കറിയാവുന്നതാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്ഥൂല രൂപം ഒപ്പിയെടുക്കാൻ കഴിയുന്ന ക്യാമറ പോലും അവർ ക്രമീകരിച്ചു. എന്താണിതെല്ലാം വിളിച്ചു പറയുന്നത്? ലോകത്തിലെ കിടുകിട വിറപ്പിച്ച കെന്നഡിയും മുസോളിനിയും നീറോയും ആരുമാകട്ടെ തീർന്നു പോകുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. തീർന്നു പോകാത്തൊരു ലോകമല്ല ഇത്, എന്നും തീർന്നു പോകുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ലോകത്തോട് യാത്ര പറഞ്ഞേ മതിയാവും. മരണം വഴി ലോകത്തോട് യാത്ര പറയേണ്ടവരാണ് നമ്മളെല്ലാവരും. ചരിത്രം കണ്ടവരിലേക്കും ഏറ്റവും വലിയവരായ എല്ലാവരും തന്നെ ഓരോരുത്തരായി ലോകത്തോട് യാത്ര പറഞ്ഞു. ചെറിയവരും വലിയവരും തീർന്നു പോകുന്ന ലോകത്തിൽ നിങ്ങൾ ചിന്തിക്കൂ, നാളെ ഈ വഴി കടന്നു പോകുന്ന ശവപ്പെട്ടി നിങ്ങളുടേതല്ല എന്ന് തീർത്തു പറയുവാൻ കഴിയുമോ? സമയമാം രഥത്തിൽ പാട്ട് നിങ്ങൾക്കല്ല എന്ന് പറയുവാൻ ആർക്ക് കഴിയും?
നെഹ്റു തൻ്റെ ഉറ്റ സ്നേഹിതനടുത്ത് വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്തിനു നാളത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കുന്നു? ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ മരിക്കാൻ പോകുന്നുമില്ല. ഇത് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നെഹ്റുവിൻ്റെ ഡെഡ് ബോഡിയാണ് ഇന്ത്യ കണ്ടത്. ഇന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടതല്ലേ? ഇന്ദിരാഗാന്ധിയുടെ മരണസ്ഥലം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ നെടുനായകത്വം വഹിച്ച ഇന്ദിരാഗാന്ധിക്ക് വൺ സെക്യൂരിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവയൊന്നും തന്നെ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നതല്ല. രാജീവ് ഗാന്ധി ഉയർന്ന സെക്യൂരിറ്റി ഉണ്ടായിട്ടും ലോകത്തോട് യാത്ര പറയേണ്ടി വന്നില്ലേ? എത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടായാലും മരണം അടുത്തു വരുമ്പോൾ യാത്ര പറഞ്ഞേ മതിയാകും. ഏത് വലിയവനും ചെറിയവനും. മേരി ജോൺ തോട്ടം പറഞ്ഞതുപോലെ, മരണത്തിൻ്റെ തണുത്ത കരം നിന്റെ കയ്യിലേക്ക് വന്ന് പിടിക്കുമ്പോൾ നോ എന്ന് പറയുവാൻ നിനക്ക് സാധ്യമല്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. ആരായാലും തീർന്നുപോയേ പറ്റൂ. സ്നേഹിത, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. തീർന്നു പോകുന്ന ലോകത്തിൽ നിന്ന് തീരാത്ത ഒരു ലോകത്തിലേക്ക് നാം പോകുകയാണ്. തീരാത്ത ലോകത്തെ രണ്ടായിട്ടാണ് ബൈബിൾ കാണുന്നത്. ഒന്ന് തീരാത്ത നിത്യസന്തോഷം, മറ്റൊന്ന് തീരാത്ത നിത്യനരകം. ഈ രണ്ട് ഭാഗത്തേക്കുള്ള പോക്കിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ചിന്തിച്ചു നോക്ക്. ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയുള്ള ഒരു വലിയ നരകം. അവിടുത്തെ മറ്റൊരു മുറിയാണ് സ്പർശിക്കത്തക്ക ഇരുട്ടുള്ള മുറി. ഏത് വിധത്തിൽ നീ ചെന്നുപെടുന്നുവോ അതുപോലെ തന്നെ ഒരു നിത്യത മുഴുവൻ ഇരുട്ടറയിൽ ആരെയും കാണാതെ ഇരിക്കേണ്ടി വരും. മറ്റൊരു മുറിയാണ് വലിയ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഒരു വലിയ ഗന്ധക വലയിൽ ജീവിക്കുന്ന പുഴുക്കളുണ്ടെന്ന് സ്പഷ്ടമായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയല്ലോ. അതുപോലെ ഗന്ധകത്തിനകത്ത് തീ കത്തുന്ന എന്നേക്കുമായി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന മറ്റൊരു മുറി, കരച്ചിലും പല്ലുകടിയുമുള്ള വേറൊരു മുറി. അപ്പുറത്തേക്ക് നോക്കൂ നീ. ആ മുറിക്കകത്ത് ധാരാളം പുഴുക്കളുണ്ട്, കൃമിയുണ്ട്. അവിടെ ബെഡ് പുഴുവാണ്, കൃമിയാണ് ബ്ലാങ്കറ്റ്സ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നിത്യത മുഴുവനും ഈ കനത്ത യാതനയിൽ കഴിയേണ്ടി വരികയാണ്. ഒരു ഭാഗത്ത് നരകത്തിലേക്കാണല്ലോ പോകുന്നത്. സ്നേഹിത, സുവിശേഷത്തിൻ്റെ മധുരിമ ഇന്നെങ്കിലും നീ ഒന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. യേശുക്രിസ്തു എന്ന സുവിശേഷം നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് കടന്നു വരുമോ? യേശു നിന്നെ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, എന്തിന് നീ നരകത്തിലേക്ക് പോകുന്നു? അതിൻ്റെ കയ്പ് ഞാൻ കുരിശിൽ കുടിച്ച് ഇറക്കിയിരിക്കുക. വിഷം തരൂ, പകരം ജീവൻ. ഇപ്പോൾ തന്നെ ആ വിഷം യേശുവിൻ്റെ കയ്യിൽ കൊടുക്ക്. ജീവൻ പകരം തരുന്ന ക്രിസ്തുവിലേക്ക് നോക്ക്. ജീവൻ തന്ന നിന്റെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം, അതെ, ജീവൻ പണയം വെച്ച, പാപത്തിൻ്റെ കടം വെച്ചു തീർത്ത ആ നല്ല ക്രിസ്തുവിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്ന് ശൂന്യമാണ്. അവനെ ക്രൂശിച്ചതിന്റെ 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൻ ആഗ്രഹിക്കുന്നു. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.